നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇത് എടുത്തിയുടെ അവസാന തീരുമാനമാണോ? അതെ, എന്താ സംശയം? അവസാന തീരുമാനം തന്നെയാ. എന്തൊക്കെയാ വസു നീ കാണിക്കുന്നത്? നമ്മുടെ പ്രണവിനെ കസ്റ്റഡിയിൽ വെച്ചിരുന്ന് അവസാനം പോലീസിനെയും വിളിച്ചു വരുത്തി നിർബന്ധ ബുദ്ധിയിൽ കല്യാണം നടത്തിച്ചെടുത്ത ആളാണ് ഈ CK. ആ ആൾക്ക് നമ്മൾ ഈശ്വരമംഗലത്ത് വിരുന്നൊരുക്കണോ? നടക്കില്ല വസു, വേറെ പണി നോക്ക്. നീ ഇനി എത്ര ആഗ്രഹിച്ചാലും അത് ഈ വീട്ടിൽ നടപ്പിലാകാൻ പോകുന്നില്ല വസു. ആഗ്രഹിക്കാനോ? കൊറേ നേരം കൊണ്ട് ഈ വാക്കേട്ടത്തി ആവർത്തിച്ച് പറയുന്നുണ്ടല്ലോ. ആഗ്രഹമൊന്നുമല്ല, യാചനയുമല്ല, ഇതെന്റെ ഓർഡറാണ്. ഓർഡറോ? അതേന്നെ, ഓർഡർ തന്നെയാ. അന്ത്യശാസനം. എന്റെ ആജ്ഞ ഇവിടെ നടപ്പിലായില്ലെങ്കിൽ എന്ത് ചെയ്യും? എന്ത് ചെയ്യുമെന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം സിമ്പിളാണ്. നേരെ ചെന്ന് ഞാൻ ശിവാനിയോടൊരു കാര്യം അങ്ങ് പറയും. ഗൗതം ഏട്ടത്തിയുടെ മകനല്ല എന്ന്. വസു, എന്താ ഈ പറയുന്നത്? എന്താ, ശിവാനിയോട് ചെന്ന് പറയട്ടെ? ഞാൻ ഇത് ചെന്ന് ശിവാനി അറിയിച്ചു കഴിഞ്ഞാൽ പിന്നെ നിധി വിരുന്നൊരുക്കേണ്ടി വരില്ല. ആ ഡ്യൂട്ടി ശിവാനി അങ്ങ് ഏറ്റെടുക്കും. അറിയാലോ, ഒരൊന്നൊന്നര വിരുന്നായിരിക്കും ശിവാനി ഒരുക്കുക. പക്ഷെ അവള് വെച്ച് വിളമ്പുന്നത് CKക്കും ജ്യോതിർമയ്ക്കും ഒന്നും ആയിരിക്കില്ല. ഏട്ടത്തിക്കും ഗൗതമിനും നിധിക്കും ഏട്ടനൊക്കെ ആയിരിക്കും. കേട്ടല്ലോ? താങ്ങാൻ പറ്റുമോ ഏട്ടത്തി അതൊക്കെ? ഏട്ടൻ സഹിക്കോ? പോട്ടെ, നിധിയുടെ അവസ്ഥ എന്തായിരിക്കും? ഗൗതമിന്റെ കാര്യമാണെങ്കിൽ പറയാനുമില്ല. അല്ലെങ്കിൽ വേണ്ട, ശിവാനിയോടെ ഞാനിതൊന്നും പറയാൻ പോകുന്നില്ല. പക്ഷേ ജ്യോതിർമയ്ക്കും CKക്കും വച്ചു വിളമ്പിയേ പറ്റൂ ഏട്ടത്തി. അത് നോക്കി, അതും നിധി തന്നെ. എന്താ, പറ്റുമോ? എന്താ വസു ഇത്? ഗൗതമിന്റെ ജീവിതം വെച്ച് നീ എന്നോട് വില പേശല്ലേ? അയ്യോ, ഇത് വിലപേശലൊന്നും അല്ലെന്നേ. ഞാൻ പറയുന്ന ചില കാര്യങ്ങളെങ്കിലും ഈ വീട്ടിൽ നടക്കണമല്ലോ. ഒന്നാമത്, ഏത് വിഷയത്തിൽ പിടിച്ച് പ്രശ്നം ഉണ്ടാക്കാമെന്ന് ഓരോ നിമിഷവും ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ് ഈ ശിവാനി. ഗൗതം ഒരു അനാഥനാണെന്നുള്ള സത്യം ശിവാനിയുടെ കാതിൽ എത്തിയാലുള്ള അവസ്ഥ പിന്നെ എന്തായിരിക്കും? അങ്ങനെയെങ്ങാനും സംഭവിച്ചാൽ ഏട്ടത്തി നിലത്തും തലയിലും വെക്കാതെ വളർത്തിയ പൊന്നുമോനും ആ പൊന്നുമോന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഏട്ടത്തിയുടെ മരുമോളും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും. നമ്മുടെ ശത്രുക്കൾക്ക് വിരുന്നൊരുക്കുന്നതിന് വേണ്ടി നിന്നെ അമ്മയെന്ന് വിളിക്കുന്ന ഗൗതമിന്റെ ജീവിതം തുലയ്ക്കുമെന്നാണോ നീ വാശി പിടിക്കുന്നത്? അയ്യോ ഏട്ടത്തി, ഗൗതമിന് ഞാനല്ല ദ്രോഹിക്കുന്നത്. ഏട്ടത്തിയല്ലേ. ഞാൻ പറയുന്നത് അങ്ങോട്ട് അനുസരിച്ചാൽ അതോടെ എല്ലാ പ്രശ്നവും തീരും. ചെല്ലെടുത്തി, ചെന്ന് പുന്നാര മരുമോളോട് അടുക്കളയിൽ കയറി പണി തുടങ്ങാൻ പറ. അതോടെ പ്രശ്നമൊക്കെ സോൾവ്. ഞാൻ എങ്ങനെ ഇത് നിധിയോട് പറയും വസു? നീ എന്തിനാ മോളെ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? അമ്മ എന്തിനാ ഇങ്ങനെ ടെൻഷനായിട്ട് നിൽക്കുന്നത്? എന്തു പറ്റമ്മേ? ആന്റി വിളിച്ചോണ്ട് വന്ന അമ്മ എന്തെങ്കിലും പറഞ്ഞോ? ഞങ്ങള് തമ്മില് പലതും പറയും, പല വിഷയങ്ങളും കാണും. അതിലൊന്നും നിധി ഇടപെടേണ്ട കാര്യമില്ല. നിന്നെ ബോധ്യപ്പെടുത്തേണ്ട ഒരു കാര്യം എനിക്കില്ല. ഞാൻ അവർക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞപ്പോഴാണല്ലോ അമ്മ ഇവിടേക്ക് വിളിച്ചോണ്ട് വന്നത്. അതുകൊണ്ട് ചോദിച്ചേ ഉള്ളൂ. എന്തിനായിരുന്നു അമ്മ വിളിച്ചോണ്ട് വന്നത്? അത് തന്നെയാണ് ഞാൻ നിന്നോട് മലയാളത്തിൽ പറഞ്ഞത്. എനിക്ക് പറയാനുള്ളതെല്ലാം നിന്റെ അമ്മായിയമ്മയോട് പറഞ്ഞിട്ടുണ്ടെന്ന്. ചോദിച്ച് മനസ്സിലാക്ക്. എന്താ അമ്മേ,
എന്തായാലും എന്നോട് പറ. അത് പിന്നെ അമ്മ പറയാൻ ബുദ്ധിമുട്ടണ്ട. കാര്യം എനിക്ക് മനസ്സിലായി. ഞാനിപ്പോ അടുക്കളയിൽ കയറി പാചകം ചെയ്യണം അല്ലേ? അമ്മയെ വിളിച്ച് തനിച്ചു കൊണ്ടു നിർത്തി ഭീഷണിപ്പെടുത്തുന്നത് അതിന്റെ പേരിലാണെന്ന് എനിക്ക് മനസ്സിലായി. അമ്മ അനുഭവിക്കുന്ന വിഷമോ എനിക്കറിയാം. അതിലും വലുതൊന്നും അല്ല എന്റെ അഭിമാനം. ഞാൻ അടുക്കളയിൽ കയറി ഭക്ഷണം ഉണ്ടാക്കിക്കോളാം. തൽക്കാലം അമ്മ എനിക്ക് ഈ ധർമ്മസങ്കടത്തിൽ നിന്ന് രക്ഷിച്ചേ പറ്റൂ. അതിനിപ്പോ എന്ത് അപമാനവും ഞാൻ സഹിക്കും. ഞാൻ തന്നെ ചന്ദ്രബോസിനും ജ്യോതിർമയിക്കും വെച്ച് വിളമ്പിക്കൊടുക്കാം. അമ്മ വാ. എന്താ പാറുവിനെ എന്തിനാ ഇവിടെ വിളിച്ചോണ്ട് പോയത്? മാറ്റി നിർത്തി എന്താ പറഞ്ഞത്? എന്താ പാറു, എന്താ കാര്യം? എന്താ പറഞ്ഞത് മോള് കേട്ടില്ലേ? പറ മോളെ. വാ തുറന്ന് എന്തെങ്കിലും പറ നിധി. വസുന്ധരന്റി പറഞ്ഞത് എന്താണെന്ന വിഷയമൊക്കെ അവിടെ നിൽക്കട്ടെ. സമയം കളയാതെ പോയി പാചകം തുടങ്ങ്. ദേ, നിധിക്ക് ഓർഡർ ഇടുന്ന പരിപാടിയൊക്കെ നീ അങ്ങ് നിർത്തിക്കണം, കേട്ടല്ലോ? എന്തിനാ ചന്ദ്രബോസ് ഇനി ഇവിടെ ഇരിക്കുന്നത്? നിങ്ങൾക്ക് അഭിമാനം എന്നൊരു സാധനം ലെവൽ ലേശം ഇല്ലാന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാൻ പറഞ്ഞാൽ പോലും പോവില്ലേ താൻ? ഒന്ന് ഇറങ്ങി പോടോ. ഇവര് ഭക്ഷണം കഴിച്ചിട്ടേ ഇവിടുന്ന് പോകുന്നുള്ളൂ. ആ, അതിന് ഭക്ഷണം ഉണ്ടാക്കിയാലല്ലേ കഴിക്കൂ. പ്രത്യേകിച്ചും നിധിയുടെ കൈ കൊണ്ട് തന്നെ ഉണ്ടാക്കണം എന്നുള്ള വാശിയാണല്ലോ. അത് നടക്കാനേ പോകുന്നില്ല. നടക്കാനേ പോകുന്നില്ലെന്നോ? നീ പറഞ്ഞാ പോര ഗൗതം, അത് നിന്റെ ഭാര്യ പറയട്ടെ. നിധി അത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞതല്ലേ? നേരത്തെ പറഞ്ഞതൊക്കെ അവിടെ നിൽക്കട്ടെ. നിധിയുടെ ഇപ്പോഴത്തെ തീരുമാനം എന്താണെന്ന് നീ ചോദിക്ക്. ആ നിധി, നല്ല വൃത്തിയായിട്ട് ഒരിക്കൽ കൂടി പറഞ്ഞു കൊടുക്ക്. ഭക്ഷണം ഉണ്ടാക്കാൻ താല്പര്യമില്ലെന്ന്. എഴുന്നേറ്റ് പോട്ടെ എന്ന് നാണം കിട്ടവര്. പറയ് നിധി അങ്ങോട്ട്. ഇവർക്കുള്ള ഭക്ഷണം ഞാൻ തന്നെ ഉണ്ടാക്കി കൊടുക്കാം. എന്താ നിധി, നീ എന്തൊക്കെയാ പറയുന്നേ? ഇവർക്ക് കഴിക്കാനുള്ളത് ഞാൻ തന്നെ ഉണ്ടാക്കിക്കൊള്ളാം ഗൗതം. എന്താ മോളെ ഇപ്പൊ ഇങ്ങനെ മാറ്റി പറയാൻ എന്താ ഉണ്ടായത്? നിധി യാഥാർത്ഥ്യബോധത്തോടെ സംസാരിക്കുന്നത് ഇപ്പോഴാണെന്ന് കരുതിയാൽ മതി. ഒന്നുമില്ലേലും പണം ചെലവാക്കി നിധിയെ പഠിപ്പിച്ച് ഈ പരുവം വരെ എത്തിച്ചത് ഞാനല്ലേ? അതിന്റെ നന്ദി കാണാതിരിക്കോ? നിധി, സത്യം പറ, ഇവിടുന്ന് മാറി നിന്ന് നിങ്ങൾ എന്താ സംസാരിച്ചത്? ഒന്നുമില്ല ഗൗതം. ഒന്നുമില്ലാതെ പിന്നെ വെറുതെ കാണാനാണോ അമ്മ പാറുവിനെ വിളിച്ചോണ്ട് ഇവിടുന്ന് പോയത്? നീ എന്തിനാ പുറകെ പോയത്? അത് എന്റെ ഈ തീരുമാനം അവിടെ വെച്ച് സംസാരിച്ചതിന്റെ പേരിലല്ല ഗൗതം.